ഹായ് മക്കൾസ്, വെൽക്കം ബാക്ക് ടു NVD ക്ലാസ്. നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ചാപ്റ്റർ ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ ആൻഡ് കപ്പാസിറ്റൻസ്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കപ്പാസിറ്റൻസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കപ്പാസിറ്റൻസുമായി ബന്ധപ്പെട്ട് കപ്പാസിറ്റർ എന്താണെന്ന് പറഞ്ഞു, കപ്പാസിറ്റൻസ് എന്താണെന്ന് പറഞ്ഞു, പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ എന്താണെന്ന് പറഞ്ഞു. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ആ വീഡിയോ കണ്ടിട്ട് വേണം ഈ വീഡിയോ കാണാൻ. കാരണം അതിൽ നമ്മൾ ഉപയോഗിച്ച പല ഇക്വേഷൻസും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു വീഡിയോയിൽ നമ്മൾ എന്ത് ചെയ്യണം, ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു ക്ലാസ് ദിസ് ഈസ് വൺ ഓഫ് ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പാർട്ട് ഓഫ് ദിസ് ചാപ്റ്റർ. ഈ ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഭാഗമാണ് നമ്മൾ ഇന്ന് എടുക്കുന്നത്. ഇത് എക്സാമിന് എന്തായാലും എന്ത് ചെയ്യും, എക്സാമിന് ക്വസ്റ്റ്യൻസ് നിന്ന് വരാറുണ്ട്, ഡെറിവേഷൻസ് ഒക്കെ ആയിട്ട് വരാറുണ്ട്. എന്താണ് ടോപ്പിക് എന്ന് വെച്ചാൽ കോമ്പിനേഷൻ ഓഫ് കപ്പാസിറ്റേഴ്സ്. കപ്പാസിറ്റർ കമ്പൈൻ ചെയ്യുക, ഒന്നിലധികം കപ്പാസിറ്റർ കൂട്ടിച്ചേർക്കുക. അപ്പോൾ കപ്പാസിറ്റൻസിന് എന്ത് സംഭവിക്കും, കപ്പാസിറ്റൻസ് കുറയോ കപ്പാസിറ്റൻസ് കൂടുമോ എന്നുള്ള കാര്യം നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, പറയാൻ പോവാണ്. അപ്പോൾ നിങ്ങൾ റെസിസ്റ്റേഴ്സ് ഇൻ സീരീസും റെസിസ്റ്റേഴ്സ് ഇൻ പാരലലും പഠിച്ചിട്ടുണ്ട്. അത് നിങ്ങൾ 10th നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ആ ഒരു ഐഡിയ തന്നെയാണ് റെസിസ്റ്റേഴ്സ് ഇൻ സീരീസും റെസിസ്റ്റേഴ്സ് ഇൻ പാരലലും പോലെ തന്നെ ഇവിടെ കോമ്പിനേഷൻ ഓഫ് കപ്പാസിറ്റേഴ്സിൽ 2 കോമ്പിനേഷൻ ഉണ്ട്. ഒന്ന് കപ്പാസിറ്റേഴ്സ് ഇൻ സീരീസും കപ്പാസിറ്റേഴ്സ് ഇൻ പാരലലും. അപ്പോൾ സീരീസ് കണക്ഷൻ ചെയ്യുന്ന സമയത്ത് കപ്പാസിറ്റൻസ് കൂടുകയോ കുറയോ, അല്ലെങ്കിൽ പാരലൽ കോമ്പിനേഷൻ ചെയ്യുന്ന സമയത്ത് കപ്പാസിറ്റൻസ് കൂടുകയോ കുറയോ, അത് നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു വീഡിയോയിൽ എന്ത് ചെയ്യും, കൃത്യമായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, മനസ്സിലാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ആദ്യം നമ്മൾ പറയാൻ പോകുന്നത് കപ്പാസിറ്റേഴ്സ് ഇൻ സീരീസ്, കപ്പാസിറ്ററിൻ്റെ സീരീസ് കോമ്പിനേഷനാണ് പറയാൻ പോകുന്നത്. അപ്പോൾ എന്താണ് സീരീസ് കോമ്പിനേഷൻ എന്ന് വെച്ചാൽ, കപ്പാസിറ്ററുകൾ ഒന്നിന് അടുത്ത് ഒന്നായിട്ട് കണക്ട് ചെയ്യുന്ന രീതി, 1 by 1 ആയിട്ട് കണക്ട് ചെയ്യുന്ന രീതി, ഇതിനാണ് നമ്മൾ എന്താ പറയുക, കപ്പാസിറ്റേഴ്സ് ഇൻ സീരീസ്. അപ്പോൾ ഇൻ സീരീസ് ദ കപ്പാസിറ്റേഴ്സ്, അല്ലെ ഇൻ സീരീസ് കണക്ഷൻ കൊടുക്കുക, ഇൻ സീരീസ് കണക്ഷൻ capacitors are connected one after another, അല്ലെങ്കിൽ one after other, ഒന്നിനു ശേഷം ഒന്നായിട്ട് കണക്ട് ചെയ്യുന്ന രീതി, ഇതിനെയാണ് നമ്മൾ എന്താ പറയുക, കപ്പാസിറ്റേഴ്സ് ഇൻ സീരീസ് എന്ന് പറയുക. കാണിച്ചു തരാം എങ്ങനെയാണെന്നുള്ളത്. ഇപ്പോൾ ഒരു കപ്പാസിറ്റർ നമ്മൾ എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാന്ന് പറയാം, ഞാൻ പറയാൻ വിട്ടിട്ടുണ്ടായിരുന്നു. കപ്പാസിറ്ററിന് നമ്മൾ ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യുക, ഇങ്ങനെ. ഇതാണ് നമ്മളെന്ത്, കപ്പാസിറ്റർ. ഇതാണ് റെപ്രസെൻറ്റേഷൻ ഓഫ് കപ്പാസിറ്റർ. നമ്മൾ പിന്നെ ബാറ്ററി കണക്ട് ചെയ്യുന്ന സമയത്ത് ബാറ്ററി നമ്മൾ ഇങ്ങനെയാണ് കാണിക്കുക, സെല്ല്. അതേപോലെ തന്നെ രണ്ടും ഒരേ പ്ലേറ്റ് അല്ലേ, അപ്പോൾ രണ്ടും ഒരേ വലുപ്പമുള്ള 2 വരകൾ വരച്ചു കഴിഞ്ഞാൽ ഇതിനെയാണ് നമ്മൾ എന്താ പറയുക, കപ്പാസിറ്ററിൻ്റെ റെപ്രസെൻറ്റേഷൻ എന്ന് പറയാം. ക്ലിയർ അല്ലേ? അപ്പോൾ നോക്കുക, എന്താണ് സീരീസ് കപ്പാസിറ്റർ അല്ലെങ്കിൽ കോമ്പിനേഷൻ കണക്ഷൻ എന്ന് ചോദിച്ചാൽ ഇത്രയേ ഉള്ളൂ. ഒരു കപ്പാസിറ്റർ ഇങ്ങനെ ഉണ്ടാവും, അതിന് ശേഷം ഒന്ന്, ഇങ്ങനെയാണ് നമ്മൾ കണക്ഷൻ ഉണ്ടാവുക. ഈ ഒരു കണക്ഷനെയാണ് നമ്മൾ എന്താ പറയുക, സീരീസ് കണക്ഷൻ എന്ന് പറയാം. ഇവിടെ എന്തുണ്ടാവും, ഒരു ബാറ്ററി ഉണ്ടാവും. ഓക്കെ അല്ലേ? ഈ ഒരു കണക്ഷനെയാണ് നമ്മൾ എന്താ പറയുക, സീരീസ് കണക്ഷൻ എന്ന് പറയാം. അപ്പോൾ ഇതിൽ ആദ്യത്തെ കപ്പാസിറ്ററിൻ്റെ കപ്പാസിറ്റൻസ് C1 ആണെന്ന് വിചാരിച്ചോ, രണ്ടാമത്തെ കപ്പാസിറ്ററിൻ്റെ കപ്പാസിറ്റൻസ് C2 എന്ന് വിചാരിച്ചോ, മൂന്നാമത്തെ കപ്പാസിറ്ററിൻ്റെ കപ്പാസിറ്റൻസ് C3 എന്ന് വിചാരിച്ചോ. ഓക്കെ ആണോ? അപ്പോൾ നിങ്ങൾക്കറിയാം, ഇത് പോസിറ്റീവ് ചാർജ് അല്ല, ബാറ്ററി ഉണ്ട്. അപ്പോൾ കറണ്ടൊക്കെ ഇങ്ങനെ ഒഴുകും, ഇവിടെ എത്തും. അപ്പോൾ ഈ ഭാഗം പോസിറ്റീവ് ആവും, ഈ ഭാഗം നെഗറ്റീവ് ആവും. ഇത് പോസിറ്റീവ് അല്ല, ഇത് നെഗറ്റീവ്, ഇത് പോസിറ്റീവ്, ഇത് നെഗറ്റീവ്, ഇത് പോസിറ്റീവ്, ഇങ്ങനെ ഉണ്ടാവുക. ഓക്കെ അല്ലേ? ഇതാണ് എന്ത്, നമ്മുടെ സീരീസ് കണക്ഷൻ, ഒന്നിന് ശേഷം ഒന്നായിട്ട് കണക്ട് ചെയ്യുക. അപ്പോൾ ഇവിടെ ഈ ഒരു കണക്ഷൻ നടക്കുമ്പോൾ ഓവറോൾ കപ്പാസിറ്റൻസ്, ഇപ്പോൾ 3 കപ്പാസിറ്ററുകൾ നമ്മളിവിടെ എന്തുണ്ട്, സീരീസ് ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. ആ 3 കപ്പാസിറ്ററുകൾ സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ ടോട്ടൽ കപ്പാസിറ്റൻസ് കൂടുമോ നമുക്കറിയില്ല. നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, ഒന്ന് ചെക്ക് ചെയ്യാൻ പോവാണ്. എന്താണ് ഇവിടെ 3 കപ്പാസിറ്റൻസ് സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുമ്പോൾ എന്താണ് കപ്പാസിറ്റൻസിന് സംഭവിക്കുക എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, പറയാൻ പോവാണ്. അതിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾക്കറിയാം, സീരീസ് അപ്പോൾ നമുക്ക് ഇതിനൊരു പൊട്ടൻഷ്യൽ ഉണ്ടാവും, വോൾട്ടേജ്. അപ്പോൾ സീരീസ് കണക്ഷനിൽ നിങ്ങൾക്കറിയാം, ഇവിടെ ഉള്ള ഓരോ കപ്പാസിറ്ററിലേക്കും വോൾട്ടേജുകൾ ഡിവൈഡ് ചെയ്ത് പോകും. എന്ന് വെച്ചാൽ ഇതൊരു എടുക്കുന്ന വോൾട്ടേജ് V1 ആണെങ്കിൽ ഇതെടുക്കുന്ന വോൾട്ടേജ് V2 ആയിരിക്കും, ഇതെടുക്കുന്ന വോൾട്ടേജ് V3 ആയിരിക്കും. അപ്പോൾ സീരീസ് കണക്ഷനുകളിൽ എപ്പോഴും വോൾട്ടേജ് എന്ത് ചെയ്യും, ഡിവൈഡ് ചെയ്ത് പോകും. പക്ഷേ കറണ്ട് എന്തായിരിക്കും, ഈ 3 എണ്ണത്തിൽ എന്തായിരിക്കും, സെയിം ആയിരിക്കും. സീരീസ് കോമ്പിനേഷനിൽ കറണ്ട് സെയിം ആവും എന്ന് പറഞ്ഞാൽ ചാർജ് സെയിം ആവും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവിടെ ഉണ്ടാകുന്ന ചാർജ് Q ആയിരിക്കും, ഈ കപ്പാസിറ്റർ ഉണ്ടാകുന്ന ചാർജ് Q ആയിരിക്കും, ഈ കപ്പാസിറ്റർ ഉണ്ടാകുന്ന ചാർജ് എന്തായിരിക്കും, Q ആയിരിക്കും. ക്ലിയർ അല്ലേ? പറഞ്ഞാൽ ഞാൻ ഒന്ന് എഴുതി വെക്കാം. ഇൻ സീരീസ് connection the voltage is divided among
capacitors but charges are same. ചാർജസ് എന്തായിരിക്കും? സെയിം ആയിരിക്കും. അപ്പോൾ നമുക്കൊരു ഇക്വേഷൻ ഉണ്ടാക്കി എടുക്കാം ഇവിടുന്ന്. ഇവിടെ വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ വി ആണ്. അപ്പോൾ ഇത് V1 ആണ്, ഇത് V2 ആണ്, V3. അപ്പോൾ എനിക്കൊരു ഇക്വേഷൻ ആയിക്കൂടെ, ടോട്ടൽ വി എന്ന് പറഞ്ഞാൽ എന്താണ്? V1 പ്ലസ് V2 പ്ലസ് V3. ഇങ്ങനെ കൂടെ കുഴപ്പമൊന്നുമില്ല. ആകെ വോൾട്ടേജ് എന്താണ്? വി ആണ്. അപ്പോൾ ബാക്കിയുള്ള 3 വോൾട്ടേജും കൂടെ ആഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ടോട്ടൽ വോൾട്ടേജ് കിട്ടും. ക്ലിയർ അല്ലേ? സെറ്റ് അല്ലേ? ഇനി ഈ വി നമ്മൾ എന്ത് ചെയ്യും? കപ്പാസിറ്റൻസിന്റെ ഇക്വേഷനിൽ കണ്ടിരിക്കും. അപ്പോൾ കപ്പാസിറ്റൻസിന്റെ ഇക്വേഷൻ എന്താ? C is equal to Q divided by V ആണ് അല്ലേ? അപ്പോൾ വി എനിക്ക് ഇവിടുന്ന് കണ്ടിട്ട് വി എന്താണ്? V is equal to ഇവിടുന്ന് ഇങ്ങോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ എന്താവും? Q by C ആവും അല്ലേ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവിടെ ഉണ്ടാവുന്ന വോൾട്ടേജ് എത്രയാണ്? Q divided by C ആണ്. ടോട്ടൽ വോൾട്ടേജിന്റെ ഇക്വേഷൻ ആക്കി നമുക്ക് വേണമെങ്കിൽ ഈ Q by C നെ പറയാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എനിക്ക് V1 എഴുതി കൂടെ? V1 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഇവിടെ എഴുതാം. V1 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? V1 നമുക്ക് നിങ്ങൾക്ക് അറിയാം. ഇവിടുത്തെ V1 എടുക്കുകയാണെങ്കിൽ ഇതിന്റെ ചാർജ് എത്രയാണ്? Q ആണ്. കപ്പാസിറ്റൻസ് എത്രയാണ്? C1 ആണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എനിക്ക് ഇവിടെ അങ്ങനെ എഴുതി കൂടെ? Q divided by C1 എഴുതി കൂടെ? V1. V2 എന്താണ് അപ്പോൾ വരിക? V2 is equal to Q divided by C2 അല്ലേ? QC2 അല്ലേ? V3 എന്താണ് വരിക? Q divided by C3 അല്ലേ? ഓക്കെ അല്ലേ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ എനിക്ക് വി കിട്ടി, V1 കിട്ടി, V2 കിട്ടി, V3 നേരെ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ എന്താ വരിക? Q by C is equal to പിന്നെന്താ വരിക? Q by C1 പ്ലസ് Q by C2 പ്ലസ് Q by C3 ഇങ്ങനെയല്ലേ വരിക? ഓക്കെ അല്ലേ? റെഡി അല്ലേ? ഇതിൽ 4 എന്തുണ്ട്? Q ഉണ്ട്. അപ്പോൾ ഞാൻ ഈ ക്യൂകളെ മൊത്തം എന്ത് ചെയ്യുക? ക്യാൻസൽ ചെയ്ത് കളയാം. അപ്പോൾ എന്താ ഫൈനൽ ആൻസർ വരിക? 1/C ഈക്വൽ ടു 1/C1 പ്ലസ് 1/C2 പ്ലസ് 1/C3. ഇതാണ് എന്ത്? നമ്മുടെ എന്ത് റിക്വയർഡ് ആയിട്ടുള്ള ടോട്ടൽ കപ്പാസിറ്റൻസ്, അല്ലെങ്കിൽ നമുക്ക് ഇതിനെന്ത് വിളിക്കാം? എഫക്റ്റീവ് കപ്പാസിറ്റൻസ് എന്ന് പറയാം. എഫക്റ്റീവ് കപ്പാസിറ്റൻസ്. ഇനി നിങ്ങൾ പറയും എഫക്റ്റീവ് കപ്പാസിറ്റൻസ് അല്ലെങ്കിൽ ടോട്ടൽ കപ്പാസിറ്റൻസ് ഒരു സീരീസ് കോമ്പിനേഷനിൽ കൂടുകയാണോ കുറയാണോ? സ്വാഭാവികമായിട്ട് പറയുന്നത് 1/C1, 1/C2, 1/C3 ആണ്. അപ്പോൾ പിന്നെ എഫക്റ്റീവ് കപ്പാസിറ്റൻസ് എന്തായിരിക്കും? കുറയും. അപ്പോൾ നമുക്കൊരു പോയിന്റ് അവിടെ നിന്ന് കിട്ടാം. ഇൻ സീരീസ് കണക്ഷൻ ദ എഫക്റ്റീവ് കപ്പാസിറ്റൻസ് ഡിക്രീസസ്, കുറയും. ഡിക്രീസസ്. എഫക്റ്റീവ് കപ്പാസിറ്റൻസ് എന്ത് ചെയ്യും? കുറയും. എന്തിൻ്റെ കേസിൽ? സീരീസ് കോമ്പിനേഷൻ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇഫ് എ സർക്യൂട്ട് contain n കപ്പാസിറ്ററുകൾ ഉണ്ടെങ്കിൽ ദ എഫക്റ്റീവ് കപ്പാസിറ്റൻസ് എന്താവും? ദ എഫക്റ്റീവ് കപ്പാസിറ്റൻസ് എന്താവും? 1/C. ടോട്ടൽ C എന്താ വരിക? 1/C1 പ്ലസ് 1/C2 പ്ലസ് എക്സെട്ര പ്ലസ് 1/Cn എന്നാവും. ഇതാണ് എഫക്റ്റീവ് കപ്പാസിറ്റൻസ്. ഒരു സർക്യൂട്ടിനകത്ത് n കപ്പാസിറ്ററുകൾ ഉണ്ടെങ്കിൽ ഇതെന്തായിരിക്കും? എഫക്റ്റീവ് കപ്പാസിറ്റൻസ് ഇതായിരിക്കും. 1/C ഈക്വൽ ടു 1/C1 പ്ലസ് 1/C2 പ്ലസ് 1/C3. ക്ലിയർ അല്ലേ? അപ്പോൾ ഇന്ന് മനസ്സിലാക്കേണ്ടത് എന്താണ്? കോമ്പിനേഷൻ ഓഫ് കപ്പാസിറ്ററിൽ സീരീസ് കോമ്പിനേഷനിൽ വരുമ്പോൾ എഫക്റ്റീവ് കപ്പാസിറ്റൻസ് എന്ത് ചെയ്യും? ഡിക്രീസ് ചെയ്യും. പക്ഷേ റെസിസ്റ്റൻസിൻ്റെ കേസിൽ ഇങ്ങനെ അല്ലായിരുന്നു. സീരീസ് കണക്ഷനിൽ റെസിസ്റ്റൻസ് എന്തായാലും ഇൻക്രീസ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആണ്, ഉൾട്ടയാണ് എന്ത് കപ്പാസിറ്ററിൻ്റെ കേസിൽ സംഭവിക്കുക. ക്ലിയർ അല്ലേ? അപ്പോൾ ഇതാണ് നിങ്ങളുടെ എന്ത് ആദ്യത്തെ ഡെറിവേഷൻ. ഇനി നമുക്ക് ഇതിന് ശേഷം നമുക്ക് പാരലൽ കോമ്പിനേഷനും കൂടെ പറയാനുണ്ട്. ഓക്കെ അല്ലേ? ഓക്കെ, ഇനി നമുക്ക് പറയാനുള്ളത് കപ്പാസിറ്റേഴ്സ് ഇൻ പാരലൽ. അടുത്ത കോമ്പിനേഷനാണ് കപ്പാസിറ്റേഴ്സ് പാരലൽ. എന്താണ് ഈ പാരലൽ കണക്ഷൻ എന്ന് വെച്ചാൽ, ഒന്നിലധികം കപ്പാസിറ്ററുകളുടെ പോസിറ്റീവ് ടെർമിനലുകൾ ഒരുമിച്ച് കണക്ട് ചെയ്യുക, നെഗറ്റീവ് ടെർമിനലുകൾ എന്ത് ചെയ്യുക? ഒരുമിച്ച് കണക്ട് ചെയ്യുക. അപ്പോൾ ആ ഒരു രീതിയാണ് നമ്മൾ എന്താ പറയുക? കപ്പാസിറ്റേഴ്സ് ഇൻ പാരലൽ. അപ്പോൾ എഴുതാം, ഇൻ ദിസ് കണക്ഷൻ പോസിറ്റീവ് terminals are positive terminal of capacitors are connected together and negative terminals of
capacitors are connected together. ഓക്കെ, എങ്ങനെയാണ് നമുക്ക് നോക്കാം. വരയ്ക്കുകയാണെങ്കിൽ ഇതങ്ങനെ ഉണ്ടാവും. ഒരു കപ്പാസിറ്റർ ഇവിടെ ഉണ്ടാവുകയാണെങ്കിൽ ഇതൊരു കപ്പാസിറ്റർ ആണെന്ന് വിചാരിച്ചോ, ഇതിൻ്റെ പോസിറ്റീവാണ്, ഇത് നെഗറ്റീവ് ആണെന്ന് വിചാരിച്ചോ. അപ്പോൾ ഒരു കപ്പാസിറ്റർ ഒരുമിച്ച് കണക്ട് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഇത് നേരെ ഇവിടുന്ന് ഒരു കണക്ഷൻ ഉണ്ടാവും ഇങ്ങനെ. അപ്പോൾ ഇവിടെ ഒരു കപ്പാസിറ്റർ ഉണ്ടാവും, അതേപോലെ താഴത്തേക്കും ഉണ്ടാവും ഇങ്ങനെ, ഈ ഒരു രീതി. എന്നിട്ട് ഇതിനെല്ലാം കൂടെ ചേർത്തിട്ട് എന്ത് ചെയ്യും, നമ്മൾ ഒരു ബാറ്ററിയിൽ കൊണ്ട് കണക്ട് ചെയ്യും, ഈ ഒരു രീതി. ഇപ്പം നിങ്ങൾക്കറിയാം ഇവിടെ പോസിറ്റീവ് ആവും, ഇവിടെ നെഗറ്റീവ്. കണ്ട, പോസിറ്റീവ് ടെർമിനലൊക്കെ കൂടെ ഒരുമിച്ച് കണക്ട് ചെയ്ത് നെഗറ്റീവ് ടെർമിനലൊക്കെ കൂടെ എന്ത് ചെയ്ത് ഒരുമിച്ച് കണക്ട് ചെയ്ത്. ഈ കപ്പാസിറ്ററിൻ്റെ കപ്പാസിറ്റൻസ് C1 ആണെന്ന് വിചാരിച്ചോ, ഇത് C2, ഇത് C3, ഇത് C4, അല്ല ഇത് C1, ഇത് C2, അല്ല ഇത് C1 അല്ലേ, ഇത് C1, ഇത് C2, ഇത് C3 മൂന്നെണ്ണം. ഓക്കെ അല്ലേ. ഇനി പാരലൽ കണക്ഷനിൽ പ്രത്യേകത ഉണ്ട്. പാരലൽ കണക്ഷനിൽ വോൾട്ടേജ് എല്ലാ സ്ഥലത്തും സെയിം ആവും, പക്ഷെ കറണ്ട് ഡിഫറെൻ്റ് ആവും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവിടുന്ന് കറണ്ട് ഒഴുകുന്നുണ്ട്, കൈ എന്ന് പറഞ്ഞാൽ ചാർജ്, കറണ്ട് കാരണം ഉണ്ടാകുന്ന കൈ എന്ന് പറഞ്ഞാൽ ചാർജാണ് ഒഴുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അറിയാം ഇവിടുത്തെ ചാർജ് ഇങ്ങനെ എത്തിക്കഴിഞ്ഞാൽ ഇവിടുത്തെ ചാർജ് Q1 ആണെങ്കിൽ ഇവിടുത്തെ Q2 ആവും, ഇവിടുത്തെ എന്താവും Q3 ആവും. പക്ഷെ നേരെ മറിച്ച് വോൾട്ടേജ് പൊട്ടൻഷ്യൽ എന്തായിരിക്കും, മൂന്നെണ്ണത്തിൽ എന്തായിരിക്കും, പാരലൽ കണക്ഷൻ ആയതുകൊണ്ട് എന്തായാലും സെയിം ആയിരിക്കും. അപ്പോൾ ഇത് V1 ആയിരിക്കും, ഇത് V2 ആയിരിക്കും, ഇത് V3 ആയിരിക്കും. ഓക്കെ അല്ലേ. അപ്പോൾ നമുക്കൊരു ഇക്വേഷൻ ഇവിടെ ഉണ്ടാക്കാമല്ലോ, ചാർജുമായി ബന്ധപ്പെട്ട് ടോട്ടൽ ചാർജ് Q1 ആക്കി എടുക്കുകയാണെങ്കിൽ ഇവിടെ എഴുതാം Q1 + Q2 + Q3 എന്ന് എഴുതാം. ഓക്കെ അല്ലേ, റെഡി അല്ലേ. ഇനി നിങ്ങൾക്കറിയാം C = Q/V ആണ്, പഠിച്ചതാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ Q എന്താണ്, Q = ഇതിനും കൊണ്ടുപോകാം CV അല്ലേ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ Q1 എന്തായിരിക്കും, C1 V, ഇത് V ആണ്, ഇത് ഫുൾ V ആണ്, V2 V ഫുൾ V ആണ്. ഞാൻ V1 V2 V3 ഇത് V, ഇത് V, ഇത് V. ഓക്കെ അല്ലേ. മൂന്നും പൊട്ടൻഷ്യൽ സെയിം ആണ്, പറഞ്ഞത് സെയിം ആണ്, എഴുതി വ്യത്യാസമായി പോയി, കുഴപ്പമില്ല, റെഡി ആക്കിയിട്ടുണ്ട്. അപ്പോൾ Q = CV. ഓക്കെ അല്ലേ. അപ്പോൾ നിങ്ങൾക്കറിയാം ഇവിടുത്തെ Q1, ഇവിടുത്തെ C1. അപ്പോൾ V എത്ര വരിക, അല്ല പിന്നെ Q എത്ര വരിക, Q1 = C1V അല്ലേ, C1V. Q2 എന്താ വരിക, Q2 C2V അല്ലേ, Q2 = C2V. Q3 എന്താ വരിക, C3V എന്ന് വരും അല്ലേ, Q3 C3V. ഓക്കെ. അപ്പോൾ നമുക്ക് Q കിട്ടി, Q1 കിട്ടി, Q2 കിട്ടി, Q3 കിട്ടി. ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ എന്താ വരിക, Q എന്താണ്, CV = Q1 എന്താണ് C1V + Q2 എന്താണ് C2V, Q3 എന്താണ് C3V. റെഡി അല്ലേ. അപ്പോൾ ഇതിൽ 4ലും എന്ത് കോമൺ ആണ്, V കോമൺ. അപ്പോൾ V ഒക്കെ ക്യാൻസൽ ചെയ്താലേ ഇത് പോയി, ഇത് പോയി, ഇത് പോയി, ഇത് പോയി. ബാക്കി എന്താ ഉണ്ടാവുക, C = C1 + C2 + C3. ഇതിന് അർത്ഥം എന്താ, സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഈ 3 കപ്പാസിറ്ററുകളുടെ കപ്പാസിറ്റൻസ് എന്ത് ചെയ്യും, ആഡ് ചെയ്യപ്പെടും. അപ്പോൾ സീരീസ് കോമ്പിനേഷനിൽ എഫക്റ്റീവ് കപ്പാസിറ്റൻസ് കുറയുകയാണെങ്കിൽ പാരലൽ കോമ്പിനേഷനിൽ എന്താണ്, എഫക്റ്റീവ് കപ്പാസിറ്റൻസ് എന്ത് ചെയ്യും, കൂടും. അപ്പോൾ അതൊന്ന് എഴുതാം, ഇവിടെ എഴുതാം. ഇൻ പാരലൽ കോമ്പിനേഷൻ ദ എഫക്റ്റീവ് കപ്പാസിറ്റൻസ് എന്താണ്, ഇൻക്രീസസ്, മറ്റേ ഡിക്രീസസ് ആണ്, ഇൻക്രീസസ് അല്ലേ. അടുത്ത പോയിന്റ് എന്താണ്, ഇഫ് എ സർക്യൂട്ട് കണ്ടെയ്ൻസ് n capacitors, the effective capacitance എന്താ വരിക, C = C1 + C2 + C3 അല്ല, C1 + C2 + C3 + etc. + Cn എല്ലാം കൂടെ അല്ലേ, എന്നാണല്ലേ. n കപ്പാസിറ്റർ ഉണ്ടെങ്കിൽ കപ്പാസിറ്റൻസിൻ്റെ ആകെയുള്ള കപ്പാസിറ്റൻസ് എന്താണ്, എല്ലാ കപ്പാസിറ്ററുകളും കൂടെയുള്ള കപ്പാസിറ്റൻസ് എന്ത് ചെയ്യുക, ആഡ് ചെയ്യുക. അപ്പോൾ ഇതാണ് എന്ത്, കപ്പാസിറ്റേഴ്സ് ഇൻ പാരലൽ. അപ്പോൾ ഒന്നുകൂടെ പറയാം, സീരീസ് കോമ്പിനേഷനിൽ കപ്പാസിറ്റൻസ്, എഫക്റ്റീവ് കപ്പാസിറ്റൻസ് എന്ത് ചെയ്യും, കുറയും. അപ്പോൾ നമുക്ക് കിട്ടിയത് 1/C = 1/C1 + 1/C2 + 1/C3 ആണ്. ഇനി പാരലൽ കോമ്പിനേഷനിൽ എഫക്റ്റീവ് കപ്പാസിറ്റൻസ് എന്ത് ചെയ്യും, ഇൻക്രീസ് ചെയ്യും. അപ്പോൾ നമുക്ക് കിട്ടിയ ആകെ കപ്പാസിറ്റൻസ് എന്തായിരുന്നു, C = C1 + C2 + C3. അപ്പോൾ ഈ ഒരു ഭാഗത്തോടു കൂടി ഞാൻ എന്ത് ചെയ്യാണ്, ഈ ഒരു വീഡിയോ എന്ത് ചെയ്യാണ്, വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ ഇതെന്തായാലും കണ്ട് എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുക, നോട്ട് തയ്യാറാക്കുക, സെറ്റാക്കുക. ഓക്കെ, അപ്പോൾ ടാറ്റ.